ഈ തൗബ ചെയ്യാത്തവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇപ്പോ നമ്മൾ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തൗബക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെയും നമ്മളുടെ മനസ്സിൽ നമ്മൾ ചെയ്ത ഏതോ ചില തെറ്റുകൾ ഓളം തള്ളി വരുന്നുണ്ട്. ആ ഓളം തള്ളലിൽ നമ്മുടെ മനസ്സിന്റെ അങ്ങേ മൂലയിൽ ഒരു ചെറിയ ചിന്ത ഉണ്ട്. ആ ചിന്ത എന്താ? റമദാനൊക്കെ കഴിയട്ടെ, എന്നിട്ട് ആ പഴയതൊക്കെ ഒന്ന് എന്താവണം, തട്ടിക്കൂട്ടി റെഡിയാക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ അങ്ങേ അറ്റത്ത് എവിടെയെങ്കിലും ഉണ്ട് എന്ന് വെച്ചോ, അതിനെപ്പറ്റി തൗബ എന്ന് പറയോ? ഇല്ല, അത് തൗബയാവൂല. എന്തേ? കക്ഷിന്റെ മനസ്സിലുള്ളത് എന്താ? റമദാൻ കഴിയട്ടെ. അതിനെ ആ അങ്ങേ അറ്റത്ത് ആ ഒരു ചെറിയൊരു സംഗതി ഉണ്ടല്ലോ, അതിനങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്താ ഉണ്ടാവുക? റമദാൻ കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുന്നുണ്ടാകുക അല്ലേ? റമദാൻ കഴിഞ്ഞാൽ ഞാൻ പഴയ ആ തെറ്റുകളിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പൊ അവിടെ നദാമത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെയ്തത് തൗബയായിട്ടില്ല. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ഞാൻ കുറെ നിസ്കാര കുപ്പായത്തിൽ കുത്തർന്നിട്ട് ഞാൻ അങ്ങെന്തായിട്ടുണ്ട്, ഇന്റെ അടുത്ത് പറ്റിപ്പോയ തെറ്റുകളെ ആലോചിച്ച് ഞാൻ ദ്വാരന്നിട്ടുണ്ട്, ഒരുപാട് ഞാൻ ദ്വാരന്നിട്ടുണ്ട്, ഞാൻ ഒരുപാട് നോളോച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് എൻ്റെ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു സായൂജ്യ മനസ്സിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഈ ചെയ്ത തൗബന്റെ സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ ഡോട്ട്, ഒരാലോചനയുടെ പുള്ളി മനസ്സിൽ ഉണ്ട് എങ്കിൽ അപ്പം നമ്മളുടെ തൗബ ആയിട്ടില്ല. തൗബയാകണമെങ്കിൽ നദാമത്ത് വേണം. നദാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംഭവിച്ചു പോയ തെറ്റുകളിൽ വളരെ വലിയ ഖേദമുണ്ടാവണം. ഖേദമുണ്ടാകുമ്പം ആ തെറ്റിനെ വേരോടുകൂടെ പിഴുതെറിയണം. പിന്നെ അതിൻ്റെ ഏതെങ്കിലും ചെറിയ വേരുകളോ അടിവേരുകളോ കൊമ്പുകളോ പൊട്ടിമുളച്ച് പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നുകൂടി ആക്കുക, ഇങ്ങനെയുള്ള ആലോചനകൾക്കൊന്നും പിന്നെ അവിടെ പ്രസക്തി ഇല്ലല്ലോ. അതുണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ പ്രത്യേകം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് പലരും കുടുങ്ങിപ്പോകൽ. അവർക്ക് നിസ്കാര കുപ്പായും ഉണ്ട്, തസ്ബീമാലിയുണ്ട്, ദിക്ർമുട്ടിയുണ്ട്, നൊളോച്ചലും ഉണ്ട്, പറയലും ഉണ്ട്, പൊറുക്കലിനെ തേടലും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തുണ്ട്? ചെറിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. റമദാൻ കഴിഞ്ഞിട്ട് ഒക്കെ ചാട്ടാക്കണം, ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ്. അപ്പോൾ അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാൽ പഴയതിലേക്ക് പോകൂല എന്ന ഉറച്ച നിലപാടുകാരായിക്കൊണ്ടാണ് നമ്മളെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യേണ്ടത് കേട്ടോ.